ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം യാക്കൂബ് നബിയുടെ മുമ്പിലേക്ക് വരികയാണ്. ആ നേരത്തെ യാക്കൂബ് നബി ചോദിച്ചു, അസ്റായീലേ, നീ ആരുടെയും സമ്മതമില്ലാതെ റൂഹ് പിടിക്കുന്നവനാണല്ലോ, ആരുടെയും സമ്മതമില്ലാതെ റൂഹ് പിടിക്കുന്നവനാണല്ലോ. എന്റെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് എന്നോടൊന്ന് പറഞ്ഞിട്ട് വരണേ അസ്റായീൽ എന്ന് യാക്കൂബ് നബി അസ്റായീലിനോട് പറഞ്ഞപ്പോ അസ്റായീൽ പറഞ്ഞു, നബിയേ, അള്ളാഹുവിന്റെ ഓർഡർ കിട്ടിയാ പിന്നെ എനിക്ക് റൂഹ് പിടിക്കാം. ആ മനുഷ്യന്റെ സമ്മതം വേണ്ട, അല്ലെങ്കിൽ ആ ജീവിയുടെ സമ്മതം വേണ്ട. ആ നേരത്തെ യാക്കൂബ് നബി പറഞ്ഞു, അസ്റായീലേ, എന്റെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് എന്നോടൊന്ന് പറഞ്ഞിട്ട് വരുമോ? ആ നേരത്തെ യാക്കൂബ് നബിയോട് അസ്റായീൽ പറഞ്ഞു, നബിയേ, അത് എങ്ങനെയാണ് സാധിക്കുക? ആ നേരത്തെ യാക്കൂബ് നബി അസ്റായീലിനോട് പറഞ്ഞു, പടച്ച റബ്ബിനോട് ചോദിച്ചു വാ. അങ്ങനെ അസ്റായീൽ ഇതാ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോയി തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയോട് പറയുന്നു, നബിയേ, അങ്ങയുടെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് 3 സൂചന ഞാൻ തരും നബിയേ. അങ്ങനെ യാക്കൂബ് നബി സമാധാനത്തോടെ ജീവിക്കുകയാണ്. കൊല്ലങ്ങൾക്ക് ശേഷം ധാരാളം കൊല്ലങ്ങൾ കഴിയുകയാണ്. യാക്കൂബ് നബിക്ക് നര ബാധിക്കുകയാണ്, രോഗം ബാധിക്കുകയാണ്. കാലങ്ങൾക്ക് ശേഷം ഇതാ യാക്കൂബ് നബിയുടെ മുമ്പിലേക്ക് അസ്റായീൽ കടന്നു വരികയാണ്. ആ നേരത്തെ അസ്റായീലിനോട് യാക്കൂബ് നബി പറഞ്ഞു, എന്തിനാണ് അസ്റായീലേ നീ വന്നത്? യാക്കൂബ് നബി ചോദിക്കുന്നു, അസ്റായീലേ, എന്തിനാണ് നീ എന്റെ അടുത്തേക്ക് വന്നത്? ആ നേരത്തെ അസ്റായീൽ പറഞ്ഞു, നബിയേ, ഇതല്ല ചോദ്യം. ഞാൻ ഒരാളുടെ അടുത്തേക്ക് വന്നു, എന്നോട് ഇതുവരാന്ന് ചോദിച്ചിട്ട് എത്തിനാ വന്നത്? നിങ്ങൾ ചോദിച്ച ഞാൻ റൂഹ് പിടിക്കാൻ വന്നതാണ്. അപ്പോഴല്ലേ രസം. യാക്കൂബ് നബി പറഞ്ഞു, ഇതല്ല കഥ. ഇതൊക്കെ ഇനി 3 സൂചന പോയിട്ട് ഒരു സൂചന പോലെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അസ്റായീൽ പറഞ്ഞു, ഞാൻ പറഞ്ഞേച്ചന് വന്നിട്ട്. യാക്കൂബ് പറഞ്ഞു, ഇല്ല. അസ്റായീൽ പറഞ്ഞു, ഉണ്ട്. അങ്ങനെ ഇതാ അസ്റായീൽ പറയുന്നു, നബിയേ, അങ്ങയുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞയച്ച 3 മുന്നറിയിപ്പുകൾ ഏതെന്നറിയുമോ? അതിൽ ഒന്നാമത്തത് ബയാദു ശഹരിക ബഅദ സവാദിഹി, അല്ലാഹു അങ്ങേക്ക് നല്ല കറുത്ത മുടിയും താടിയും തന്നിരുന്നുവല്ലോ എന്ന് അത് നരബാധിച്ചില്ല നബിയേ. മുടി നരബാധിക്കുക, താടി നരബാധിക്കുക, മരണത്തിന്റെ ഒന്നാമത്തെ സൂചന, മരണത്തിന്റെ ഒന്നാമത്തെ മുന്നറിയിപ്പ്. ഇത് കേട്ട ഉടനെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി സങ്കടപ്പെട്ടുകൊണ്ട് കരയുകയാണ്. റബ്ബേ, ഈ അടയാളം എനിക്ക് വന്നിട്ടുണ്ടല്ലോ അല്ലാഹ് എന്ന് കരുതി സങ്കടപ്പെടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നരബാധിക്കൽ മരണത്തിന്റെ അടയാളം. അപ്പൊ നമ്മളെ നരബാധിച്ചപ്പ കർപ്പിക്കും, അത് ഹറാമാണ്. നരബാധിത മുസ്ലിമിനെ ആദരിക്കൽ അല്ലാഹുവിനെ ആദരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ഒന്നാമത്തെ മരണത്തിന്റെ മുന്നറിയിപ്പ് ബയാദു ശഹരിക ബഅദ സവാദിഹി, മുടിയും താടിയും നരക്കലാണ്, നരബാധിച്ചു പോകലാണ്. രണ്ടാമതായി കൊണ്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം യാക്കൂബ് നബിയോട് പറയുന്നു, നബിയേ, മരണത്തിന്റെ ഞാൻ പറഞ്ഞയച്ച രണ്ടാമത്തെ മുന്നറിയിപ്പ് ളൗഖു ബദനിക ബഅദ ഖുവതി, അല്ലാഹു അങ്ങേക്ക് നല്ല ആരോഗ്യം തന്നിരുന്നുവല്ലോ, ഇന്ന് താങ്കൾ രോഗിയായി തീർന്നില്ലേ, രോഗിയായില്ലേ, രോഗം ബാധിച്ചില്ലേ. ഇതാണ് രണ്ടാമത്തെ മുന്നറിയിപ്പ്. അല്ലാഹു അങ്ങേക്ക് നല്ല ആഫിയത്ത് തന്നിരുന്നു, അങ്ങ് രോഗിയായില്ലേ. ഇത് രണ്ടാമത്തെ മരണത്തിന്റെ മുന്നറിയിപ്പാണ് അസ്റായീൽ അലൈഹിസ്സലാം. മൂന്നാമതായി കൊണ്ട് അസ്റായീൽ ബഹുമാനപ്പെട്ട യാക്കൂബ് നബിക്ക് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, ഇൻഹിനാഉ ജിസ്മിക ബഅദ ഇസ്തിഖാമതി, മരണത്തിന്റെ 3 മുന്നറിയിപ്പ് ഞാൻ അയച്ചു തരുമെന്ന് പറഞ്ഞില്ലേ, അതിൽ 3ാമത്തെ മുന്നറിയിപ്പ് നടുവളഞ്ഞു പോകലാൻ. അതായത് ഇപ്പൊ നമ്മളെ കുറെ ആൾക്കാരെ കാണും, ഒരു നടു കൊഴിഞ്ഞാണ്ട് വളഞ്ഞാണ്ടുള്ള ആൾക്കാർ ശരിക്കും നിവർന്ന് നിൽക്കാൻ വെക്കൂല,
എന്നോണ്ട് കുറച്ചിങ്ങനെ വളഞ്ഞിട്ട് അത് മരണത്തിന്റെ മുന്നറിയിപ്പാണ്. അപ്പൊ നമ്മൾ കരുതും ഇച്ചിപ്പോ നരൊന്നും ബാധിച്ചില്ല, ഞാൻ ഇപ്പോഴൊന്നും പോകില്ല, അല്ല ഇച്ചിപ്പോ രോഗമൊന്നുമില്ലല്ലോ, ഞാൻ ഇപ്പൊ കൊണ്ട് വളഞ്ഞിട്ടൊന്നുമില്ല, ഇപ്പോഴൊന്നും മരിക്കൂല എന്ന് കരുതണ്ട. അതിനുള്ള മറുപടി അസ്രായേൽ പറയുന്നത്. എന്നിട്ട് അസ്രായേൽ പറഞ്ഞ നബിയേ, ആദം സന്തതികൾ ഈ 3 സൂചന കൊടുത്തും ഈ 3 സൂചന കൊടുക്കാതെ ഞാൻ റൂഹ് പിടിക്കും നബിയേ. ഈ 3 സൂചന ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കൂല. നീ കൊടുക്കാതാരും പൊടിച്ചു, കൊടുത്താലും പൊടിച്ചു. ഇത് കൊടുത്തും കൊടുക്കാതെയും ഞാൻ പിടിക്കുമെന്ന് മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം